ഓക്കെ, നമുക്കിനി ലിഫ്റ്റ് പ്രോബ്ലംസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ ടി സിക്കൽ 0 കോയിൻ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ലിഫ്റ്റ് 15 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ലിഫ്റ്റിൻ്റെ മുകളിൽ ജി ഒന്നും ഇല്ല എന്നുള്ള കാര്യം. കാരണം അവിടെ ആക്സലേഷൻ 0 ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനെപ്പറ്റി അതിൻ്റെ ജി ഒന്നും നോക്കണ്ട. സോ ഫൈൻഡ് വെൻ ദി കോയിൻ വിൽ സ്ട്രൈക്ക് ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ എത്ര സമയം എടുക്കും എന്നതാണ്. നമ്മൾ എന്ത് വെച്ചാൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ചങ്ങായി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഓക്കെ, ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുക? ഈ പറഞ്ഞ ഇയാളുടെ വെലോസിറ്റി എത്രയാണ് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. അയാളുടെ വെലോസിറ്റി എത്ര? 0 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, വെലോസിറ്റി ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി കോയിൻ എത്രയാണ്? ഇയാളിപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാകുമ്പോൾ കോയിൻ്റെയും വെലോസിറ്റി 15 ആയിരിക്കും. സോ 15 മൈനസ് ലിഫ്റ്റിൻ്റെ വെലോസിറ്റി എത്ര? 15. സോ 0. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ലിഫ്റ്റിനെ സംബന്ധിച്ച് ഈ കോയിന് 0 വെലോസിറ്റിയിലാണുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അതിനെ നോക്കി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു ലിഫ്റ്റിനുള്ളിൽ ഞാൻ ഇരുന്ന് അപ്പോൾ മോളിൽ നിന്ന് ഒരു കോയിൻ ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഈ കോയിന് ഇനീഷ്യലി ഒരു വെലോസിറ്റി ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 0 വെലോസിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കോയിൻ. ഇനി ഈ പറഞ്ഞ കോയിന് ആക്സലേഷൻ എത്ര ഉണ്ടാവും? ഡൗട്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ കോയിൻ്റെ ആക്ച്വൽ ആക്സലേഷൻ -10 ആണ്. കാരണം എല്ലാ ബോഡീസിനും ഒരു -10 താഴോട്ടേക്ക് ഉണ്ടാവും. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ഞാൻ പറയാം ഇനി വെലോസിറ്റി അല്ല, ഇനി ആക്സലറേഷൻ ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ്. കാരണം ഇനി ഞാൻ ലിഫ്റ്റിൻ്റെ ഉള്ളിലത്തെ പരിപാടി അങ്ങനെ ചിന്തിക്കാമോ നോക്കിക്കോ. സോ വെലോസിറ്റി ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആക്സലറേഷൻ ഓഫ് കോയിൻ ദാറ്റ് ഈസ് -10 മൈനസ് 0 ഓർ പറഞ്ഞ 0. സോ -10 ആണ്. അപ്പോൾ ഈ പറഞ്ഞ ലിഫ്റ്റിൻ്റെ ഉള്ള ആളെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ കോയിന് താഴോട്ടേക്ക് -10 വെലോസിറ്റി എത്രയാണ് പോകുന്ന ആൾ? അത് 0, വെലോസിറ്റി 0ൽ. അതേപോലെ താഴോട്ടേക്ക് -10 ആക്സലേഷനിൽ പോകുന്നുണ്ട്. ഇനി റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? റിലേറ്റീവ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ ഈ പറഞ്ഞ ലിഫ്റ്റിനുള്ള അല്ലെങ്കിൽ ലിഫ്റ്റിന് ഇയാൾ 20 മീറ്റേഴ്സ് അല്ല സഞ്ചരിക്കാൻ സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് ഞാൻ റിലേറ്റീവ് എന്ന് പറയുന്നത്? ആക്ച്വലി 20 മീറ്റേഴ്സ് അല്ല പോകാൻ. ആക്ച്വലി ഇങ്ങനെ പോയിട്ട് താഴോട്ടേക്ക് രീതിയിൽ വേറെ രീതിയിലാണ് പോകാൻ. 20 മീറ്റേഴ്സ് അല്ല പോകാൻ. ആക്ച്വലി നമ്മളൊരു പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് ആൾ 20 മീറ്റേഴ്സ് മാത്രമായിരിക്കില്ല പോകാൻ. കാരണം വെച്ചാൽ ആ ലിഫ്റ്റ് മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ? ലിഫ്റ്റ് മുകളിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് 20-നേക്കാളും കൂടുതൽ പോകും. ഓക്കെ, അതുപോട്ടെ. റിലേറ്റീവ് വെലോസിറ്റി അറിയാം, റിലേറ്റീവ് ആക്സലേഷൻ അറിയാം, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് അറിയാം. സോ ഞാൻ പറയും 20 = റിലേറ്റീവ് എന്താണ് UT ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ ദാറ്റ് ഈസ് 10. എല്ലാം നെഗറ്റീവ് സൈൻ അത് വിചാരിച്ചോളൂ. ഇൻറ്റു ടൈം അറിഞ്ഞൂടെ T². സോ ദാറ്റ് ഈസ് 40/10 that is equal to T² and we know T is equal to 2 seconds. So 2 seconds കൊണ്ടാണ്, കാരണം ടൈം ഒരിക്കലും റിലേറ്റീവ് ആവില്ല. അതുകൊണ്ട് 2 seconds കൊണ്ടായിരിക്കും ഈ ചങ്ങ ഇവിടെ എത്താൻ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഫൈൻ. അടുത്ത ക്വസ്റ്റ്യനാണ് ഒരു 7.5 മീറ്റർ ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ലിഫ്റ്റ് ഉണ്ട്, U10 ആണ്. ശരി, എന്ത് കണ്ടെത്താണ്? ഫൈൻഡ് വെൻ ദി കോയിൻ വിൽ ഹിറ്റ് ദി ഫ്ലോർ. എപ്പോഴാണ് കോയിൻ ഇതേ പരിപാടി ചെയ്യാൻ ഉള്ളിലുള്ള സമയത്ത്? ഇപ്പം ഇയാളെ സംബന്ധിച്ച് വെലോസിറ്റി 0 ആണ്, താഴോട്ടേക്ക് വെലോസിറ്റി 0 ആണ്. അല്ല, ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള സംബന്ധിച്ചിട്ട് വെലോസിറ്റി 0 ആണ് ആരുടെ കോയിൻ്റെത്. പിന്നെ എന്താണ് ആക്സലേഷൻ എത്രയാണ്? ആക്സലേഷൻ ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഓഫ് കോയിൻ ദാറ്റ് ഈസ് -10 മൈനസ് ആക്സലേഷൻ ഓഫ് ഈ ചങ്ങായി എത്രയാണ്? സോ 15 -15 ആണ് ഉണ്ടാവുക. ഓക്കെ, ശരി. അപ്പം 7.5 മീറ്റേഴ്സ് ഇനീഷ്യൽ 0 പ്ലസ് ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു T² ചെയ്ത് നോക്കാം, ഉത്തരം കിട്ടും, ടൈം കിട്ടും. ടൈം എത്ര കിട്ടിയത്? നമുക്ക് 1 seconds ടൈം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ 1 second ടൈം കിട്ടി. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ലിഫ്റ്റ് ഇൻ ഗ്രൗണ്ട് ഫ്രെയിം ബിഫോർ ദി കോയിൻ ഹിറ്റ് ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ്. അപ്പം ലിഫ്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അറിയാൻ പറഞ്ഞത് ബിഫോർ ദി കോയിൻ ഹിറ്റ്. അപ്പോൾ ബിഫോർ ദി കോയിൻ ഹിറ്റ് ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ് എത്ര സമയമുണ്ട്? T = 1 second, റൈറ്റ്? സോ 1 second ഡിസ്പ്ലേസ്മെൻറ്റ് മോളോട്ടേക്ക് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ S = UT ദാറ്റ് ഈസ് 10 ഇൻറ്റു 1 second പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 1 second. സോ 10 പ്ലസ് 5/2 ഉത്തരമായി. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കോയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ബിഫോർ ഇറ്റ് ഹിറ്റ് ദി ഫ്ലോർ. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കോയിൻ്റെ ആക്ച്വൽ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഞാൻ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റിന് കണക്കാക്കാം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ കോയിൻ്റെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് നമുക്കൊരു കാര്യം അറിയാം, സമയം നമുക്ക് കിട്ടി. കാരണം അത് 1 second ആണ്. കാരണം അത് ആ ഒരു വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ കോയിന് ശരിക്കും എങ്ങനെയാണ് പോകുന്നത്? ഇയാൾ 15 എന്താണ് നമ്മളെ എന്തെങ്കിലും ഇത് 15 മീറ്റർ പെർ സെക്കൻഡ് 10 മീറ്റർ പെർ സെക്കൻഡ് മുകളിലോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ലിഫ്റ്റ് അപ്പോൾ ഈ കോയിൻ്റെ മുകളിൽ 10 മീറ്റർ പെർ സെക്കൻഡാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി കോയിൻ്റെ മുകളിൽ ആക്ച്വലി ഉണ്ടാകുന്ന ആക്സലേഷൻ എത്രയാണ്? അതാകെ -10 ആണ്. സ്വാഭാവികമായിട്ടും -10 ഉണ്ടാവുക അല്ലേ? ആക്ച്വലി ഉണ്ടാകുന്ന ആക്സലേഷൻ -10 ആണ്. അതാണ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് എന്നുള്ള ആക്സലേഷൻ. ഫൈൻ.
അപ്പോൾ എന്ത് ചെയ്യുക, എസ് ഇസ് ഇക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എസ് ഇസ് ഇക്വൾ ടു 10 ഇൻറ്റു 1 മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റേഴ്സ്. സോ 5 മീറ്ററും കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലിഫ്റ്റ് ബിഫോർ കോയിൻ ഹിറ്റ് ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം കോയിൻ എപ്പോഴാണ് താഴെത്തുക എന്നുള്ള കാര്യം. അതെന്താ 120 ഇസ് ഈക്വൽ ടു, ഞാൻ ഇനി ഡയറക്റ്റ് ചെയ്യാം, രണ്ടു പ്രാവശ്യം ഒരു ചെയ്യുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കിനി ഡയറക്റ്റ് ചെയ്യാം അല്ലേ. ഹാഫ് ഇൻറ്റു ആക്സലേഷന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, റിലേറ്റീവ് ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ -10 മൈനസ് 5 ദാറ്റ് ഇസ് ഈക്വൽ -15 ശരി ഇൻറ്റു ടി സ്ക്വയർ. അങ്ങനെ ടിയുടെ വാല്യൂ എത്ര, 4. സോൾവ് ചെയ്തപ്പോൾ കിട്ടി. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദ്യം എന്തെങ്കിലും ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലിഫ്റ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ലിഫ്റ്റ് ബിഫോർ ദാറ്റ് മീൻസ് 4 സെക്കൻഡ് ആണ് ഈച്ച്. അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ആരാ ലിഫ്റ്റിൻ്റെ എത്രയാണ്, എസ് ഇസ് ഈക്വൽ ടു യു ടി 20 ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 4. ഉത്തരം കിട്ടിക്കോളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കോയിൻ എങ്ങനെ പോകുന്നത്, ആക്ച്വലി കോയിൻ മുകളിലോട്ട് 20 മീറ്റർ പെർ സെക്കൻഡാണ് പോകുന്നത്, -10 ആണ് എത്ര സമയം. സോ എസ് ഇസ് ഈക്വൽ ടു 20 ഇൻറ്റു ടൈം ദാറ്റ് ഈസ് 4 മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ദാറ്റ് ഈസ് 16. ഉത്തരം കിട്ടി. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ തോന്നുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ കോയിൻ വിൽ ഹിറ്റ് ദി ഫ്ലോർ. ഇത് കുറേ നേരമല്ലേ ഈ പറഞ്ഞ സമയം ഇത് ഒരു ടൈപ്പ്, ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ചോദ്യം. അപ്പോൾ ഇതൊന്നും കൂടി ചെയ്ത് നോക്കാം. ഫൈൻ, ചങ്ങായി മുകളിലോട്ടേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എറിയുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് വിചാരിച്ചോ. ദാറ്റ് മീൻസ് ലിഫ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബോൾ മുകളിലോട്ടേക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് പോകുന്നുണ്ട്. താഴോട്ടേക്ക് വരാൻ എത്ര, 500 മീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയും -500 ഇസ് ഈക്വൽ ടു യു ടി. കാരണം ലിഫ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ യു ഇൻറ്റു ടി മൈനസ് ഇനി ആക്സലേഷൻ, ലിഫ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ ആക്സലേഷൻ എത്രയാണ് അല്ലേ. സോ ഞാൻ പറയും ആക്സലറേഷൻ ഓഫ് ബോളാ കോയിനാ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സലേഷൻ ഓഫ് ബോൾ ദാറ്റ് ഈസ് -10 മൈനസ് 5. സോ -15 എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിക്കുക. ഹാഫ് ഇൻറ്റു ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. സോ 15 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഇനി ടൈം ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്ത ഈ 500 കറക്റ്റ് തെറ്റാണ്. 500 ശരിക്കും ഏതാണ്, ഇവിടെ അല്ല. ഈ ചങ്ങ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബോൾഡ് ഇതായിരിക്കും അല്ലേ, 50. അതുകൊണ്ട് -50 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. എന്നിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എന്താ അടുത്ത ക്വസ്റ്റ്യൻ, എസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലിഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഓക്കെ, ആ ടൈമിൽ ജസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്താവുന്നുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ഫ്രെയിം. ഇതും സിമ്പിളാണ്. ആ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും ആ കോയിൻ എങ്ങനെ പോകുന്നത്, ആ ചങ്ങാതി എങ്ങനെ പോകുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 10 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് ഉണ്ട്. ഒരു കാര്യം അറിയാം, എന്താണ് കോയിൻ്റെ ഒരു മിനിറ്റ്, വെലോസിറ്റി ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് കോയിൻ മൈനസ് വെലോസിറ്റി ഓഫ് ലിഫ്റ്റ്. അങ്ങനെയാകുമ്പോൾ ആക്ച്വൽ വെലോസിറ്റി ഓഫ് കോയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലിഫ്റ്റ് പ്ലസ് വെലോസിറ്റി ഓഫ് കോയിൻ വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ്. ദാറ്റ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ലിഫ്റ്റ് എന്നാൽ 10 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് വെലോസിറ്റി ഓഫ് ദാറ്റ് ലിഫ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ 10 + 10 20. സോ ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ കോയിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ബോളാണ്, എന്താ സാധനം അറിയില്ല, അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20. സോ മുകളിലോട്ടേക്ക് 20 പോകുന്നുണ്ട്, -10 താഴോട്ടേക്ക് ഉണ്ട്. പിന്നെ എന്താ, എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയായിരിക്കും ടി, 10/3 അപ്ലൈ ചെയ്യുക. ഉത്തരം കിട്ടി. ഡൺ. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഏത് ചാപ്റ്റർ പഠിക്കുന്ന അറിയാം. ഇതേ ക്വസ്റ്റ്യൻ ആണെന്ന് അറിയില്ല, മേ ബി ഇതേ രീതിയിലത്തെ സംഭവങ്ങൾ നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ സൂഡോ ഫോഴ്സ് പഠിക്കും. അപ്പോൾ അതേ രീതിയിൽ സാർ അതിൻ്റെ ഉത്തരങ്ങളൊന്ന് മാച്ച് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. നമുക്കൊരു നല്ല ക്വസ്റ്റ്യൻ നോക്കാം. അത്ര ഭയങ്കര ടഫൊന്നുമല്ല, ഇത് ഭയങ്കര ഈസിയാണ്. ഒരു ബുള്ളറ്റ് ഉണ്ട്, ഒരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ വുഡൻ ബ്ലോക്കിൽ അടിക്കും. എന്നിട്ടോ മെല്ലെ എക്സ് ഡിസ്റ്റൻസ് ട്രാവലിന് ശേഷം ഇവിടെ റെസ്റ്റിലായി. അടുത്ത 3 ടൈംസ് നേരത്തെ വെലോസിറ്റിനേക്കാളും പോകുന്ന സമയത്ത് x' ഡിസ്റ്റൻസിലാണ് പോയിട്ട് നിർത്തുന്നത്. ആ x' വാല്യൂ ആണ് കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഇനീഷ്യൽ കേസിൽ ഈ പരിപാടിയിലെ കേസ് ഇനി ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഇസ് 0 ബിക്കോസ് ഇവിടെ നിർത്തുന്നുണ്ട്. സോ 0 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഇസ് v0 ഇതുകൾ ഞാൻ മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. v² = u² + 2s. ഓക്കെ, 2 ആക്സലേഷൻ അറിഞ്ഞൂടാ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് x ഗിവൺ. ഓക്കെ, അപ്പം ആക്സലേഷൻ ഞാൻ കണ്ടെത്തും, ദാറ്റ് ഈസ് -v0² / 2x. ആക്സലേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കേസിൽ നോക്കാം. രണ്ടാമത്തെ കേസിൽ 3 v0 പോകുന്നത്. ലാസ്റ്റ് ഫൈനൽ വെലോസിറ്റി ദാറ്റ് ഇസ് 0. സോ 0 മൈനസ് 9v0². ഓക്കെ, ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആക്സലറേഷൻ ദാറ്റ് ഈസ് വി ഹാവ് ഓൾറെഡി ഫൈൻഡ് ദാറ്റ് v0² / 2x. 2 ക്യാൻസൽ.
ഇൻറ്റു എസ്. ആ എസ് ആണ് എക്സ് ഡാഷ്. ഓക്കെ, എന്നാൽ പിന്നെ അതിനെ എക്സ് ഡാഷ് എന്ന് വിളിക്കുക. അല്ല, എന്തിന് എസ് എന്ന് വിളിക്കുന്നത്? 2as എന്ന് പറഞ്ഞാൽ എക്സ് ഡാഷ്. ഫൈൻ. വി നോട്ട് സ്ക്വയർ ഡൺ. 2 ക്യാൻസൽ. ബാക്കിയുള്ളത് 9 ആണ്. മൈനസ് മൈനസ് ക്യാൻസൽ ആയി. സോ 9x ദാറ്റ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ്. സോ ഇനീഷ്യൽ ആൻസർ 9x ഡൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 projectiles ആർ പ്രൊജക്റ്റഡ് സൈമൾട്ടേനിയസ്. ഞാൻ ഈ പെന്ന് ഉപയോഗിക്കാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിക്കും, അല്ലാണ്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. ഇഫ് ദി പ്രൊജക്ടൈൽ കൊളൈഡ് ഇൻ എയർ ദെൻ ഫൈൻഡ് ദി ഡിസ്റ്റൻസ് എസ് ബിറ്റ്വീൻ ദി ടവേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ 2 ബോൾസും കൊളൈഡ് ചെയ്യും എന്നാണ് പറയുന്നത് എയറിൽ. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ എയും ബിയും തമ്മിൽ വൈ ആക്സസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ദാറ്റ് ഈസ് 20 മീറ്റേഴ്സ്. ഇവിടെ 10 അപ്പോൾ 30 ഇപ്പോൾ 20 മീറ്റേഴ്സ് ഉണ്ട് വൈ ആക്സസിൽ. ശരി. എയും ബിയും തമ്മിൽ റിലേറ്റീവ് ആയിട്ട് എത്ര വെലോസിറ്റി ഉണ്ട്? റിലേറ്റീവ് ആയിട്ട് വെലോസിറ്റി ഇപ്പോൾ മുകളിൽ ഈ ചങ്ങാതിക്ക് മുകളിൽ വൈ കോമ്പണൻറ്റ് ദാറ്റ് ഈസ് 10. ഈ ചങ്ങാതിക്ക് ഒന്നുമില്ല. അപ്പം 10 പ്ലസ് ഓർ മൈനസ് എന്തായാലും ദാറ്റ് ഈസ് ഓൺലി 10. ഫൈൻ. സോ റിലേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വൈ ആക്സസിൽ ദാറ്റ് ഈസ് 10. റിലേറ്റീവ് ആയിട്ടുള്ള റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇത് ആക്ച്വൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല. കാരണം 2 ബോഡീസും ഒരുമിച്ച് ഇങ്ങനെ എയറിലാണ് ഉള്ളത്. അപ്പം അവർ തമ്മിലുള്ള വൈ ആക്സൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇപ്പോൾ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തെന്നാ? ദാറ്റ് ഈസ് 20. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10. ഓക്കെ, ശരി. ദാറ്റ് മീൻസ് അത് മാത്രമല്ല, റിലേറ്റീവ് ആക്സലേഷൻ ആണെങ്കിൽ രണ്ടുപേർക്കും ചെയ്യാം. ദാറ്റ് മീൻസ് 0. ഫൈൻ. അങ്ങനെ ആവുന്ന സമയത്ത് ഐ കുഡ് സേ ദാറ്റ് 20 ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ടൈം. ദാറ്റ് മീൻസ് അവരെടുക്കുന്ന ആ ടൈം, അവർ രണ്ടാൾ കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ദാറ്റ് ഈസ് ഓൺലി 2 seconds. അപ്പോൾ അവരെടുക്കുന്ന സമയം ടു കൊളൈഡ് ദാറ്റ് ഈസ് 2 seconds. ഓക്കെ, അത് പെന്നിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഇവിടെ ഇതെന്തുകൊണ്ട് ഞാൻ ഈ എസ് എങ്ങനെ കണ്ടെത്തും? ഞാൻ ഇപ്പോൾ 2 seconds കിട്ടിയതിൻ്റെ ഉപയോഗം നമുക്കറിയാം. ഒരു രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എക്സ് ആക്സിസും വൈ ആക്സിസിലോ ഡിസ്റ്റൻസ് അത് 0 അല്ലേ? എക്സ് ആക്സിസും വൈ ആക്സിസിലും അവർ രണ്ടും ഒരുമിച്ചെത്തും. ആ പോയിന്റ് തട്ടണം. അവർ എക്സ് ആക്സിസും വൈ ആക്സിസും ഒരേതോ. ദാറ്റ് മീൻസ് എക്സ് ആക്സിലും വൈ ആക്സിലും അവർ ഒരുമിച്ചെത്തണം. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിൽ ഈ ചങ്ങാതി ഡെഫിനറ്റ്ലി ഈ എസ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണം. റിലേറ്റീവ്ലി എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനി എക്സ് ആക്സിസിൽ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് 10 ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു 10 ഉണ്ട് അല്ലേ? റിലേറ്റീവ് ബിയുടെയും അതിൻ്റെയും കൂട്ടണം. ദാറ്റ് മീൻസ് 20 ആണ് എക്സ് ആക്സിസിലുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പം ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ 20 ഇൻറ്റു എത്ര സമയമാണ്? 2. സോ 40 മീറ്റേഴ്സ്. അപ്പോൾ ഇത് എസിൻ്റെ വാല്യൂ 40. ഡൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ശരിക്കും നമ്മൾ മാത്തമാറ്റിക്കൽ രീതിയിൽ എങ്ങനെ ചെയ്യാൻ? ഒരുത്തൻ ഇത് ഇങ്ങനെ എയിൽ ഇവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ പറയും എയുടെ കോപ്പടി എയുടെ തലയിൽ പോയിട്ട് നിന്നിട്ട് നോക്കും ബി എങ്ങനെയാണ് ആക്ച്വലി പോകുന്നതെന്ന്. എന്നിട്ട് ബി ആക്ച്വലി പോകുന്നത് ബിയുടെ ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ബിയുടെ കോമ്പണൻസ് ഒക്കെ എടുക്കും. ഈ ആംഗിൾ കണ്ടെത്തും. ഈ ആംഗിൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഈ സൈഡ് കിട്ടും. ആ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആൻഡ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞ സ്പീഡിൻ്റെ വി നെറ്റ് എടുക്കും. അങ്ങനെ ആ ടൈം കണ്ടെത്തും. ആ ടൈം കണ്ടെത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ടൈം കിട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ ലാസ്റ്റ് ഈ എസ് കണ്ടെത്താനുള്ള പരിപാടി. അല്ലാണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ മെത്തേഡ് 2 ബോഡി കൊളൈഡ് ചെയ്യണമെങ്കിൽ അവരെ എക്സ് എക്സും വൈ എക്സും ഒരുമിച്ച് വേണം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റീസും റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്സും കൂട്ടിയിട്ട് നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും. അങ്ങനെ ആ ടൈമിൽ നിന്ന് നമുക്ക് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് വളരെ സിമ്പിളായിട്ട് എസ് കണ്ടെത്താൻ പറ്റും. അത്രേ ഉള്ളൂ.